ടൈഗർ ഹിലിൻ്റെ മീതെ നമുക്ക് ഡയറക്റ്റ് ഫയറിങ് ചെയ്തു. നമ്മൾ കുറേ ഡയറക്റ്റ് ഫയറിങ് ചെയ്തു. ആ ഡയറക്റ്റ് ഫയറിങ് അപ്പോൾ ഈ ടൈഗർ ഹിലിൻ്റെ മീതെ ഡയറക്റ്റ് ഫയറിങ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ദ്രാസിൽ നിന്നുള്ള ഈ ലൊക്കേഷൻ സെൻറ്റർ ടോപ്പ് ആ ഭാഗത്തു നിന്നാണ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ് കാണാനായിട്ട് ബോംബെയിൽ ഇങ്ങനെ പോകുന്നത്. പിന്നെ ബോഫേഴ്സ് ഫയർ ചെയ്യുന്നത് 105 mm എക്സ്റ്റെൻഡഡ് റേഞ്ച് ബേസ് ബ്ലീഡ് യൂണിറ്റുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിന് 40-42 കിലോമീറ്റർ ദൂരത്തേക്ക് ഫയർ ചെയ്യാം. അപ്പോൾ ആ ഇത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ബേസ് ബ്ലീഡ് എന്ന് പറയുമ്പോൾ അത് പോകുമ്പോൾ നമുക്കൊരു ശരിക്കൊരു ട്രെയിൽ കാണാം. അപ്പോൾ അത് കാണാനായിട്ട് കംപ്ലീറ്റ് മീഡിയ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ നമ്മുടെ ബർക്കാദത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ബർക്കാദത്ത് അവിടെ നിന്നിട്ട് നല്ല ഒരു പാലത്തിൻ്റെ അടിയിൽ ചെറിയൊരു പൂളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് രാജ്യം മുഴുവൻ കേൾക്കുക ലൈവ്. അവിടെ നിന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴും കണ്ടിരിക്കുന്നു നമ്മുടെ മീതയ്ക്ക്. അപ്പോൾ ഞാനവിടെ ഉണ്ട്, കമാൻഡറുടെ ഒപ്പമുണ്ട്, ഞാനും ഉണ്ട്. പിന്നെ കമാൻഡിങ് ഓഫീസർ 158 മീഡിയം റെജിമെൻ്റ് ഉണ്ട്. അവരുടെ ഗൺസാണ് ബോഫേഴ്സ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രിഗേഡിയർ ലഖ്വിന്ദർ സിംഗിൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ 3 പേരും അവിടെ ഉണ്ട്. അപ്പോഴത്തേനും ഒരു ഷെല്ല് വന്നിട്ട് നമ്മുടെ അടുത്ത് ഒരു 20 മീറ്റർ ദൂരത്ത്. അതോട് കൂടിയിട്ട് പിന്നെ അവിടെ നിൽക്കുന്നത് ഈ ഗണ്ണിൻ്റെ ലെയറും ബ്രിഗേഡിയർ ലഖ്വിന്ദർ സിംഗും ഞാനും ഈ 158 മീഡിയം റെജിമെൻറ്റിൻ്റെ CO കേണൽ AK ശർമ്മ. ഞങ്ങൾ ഇത്ര ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പോയി. അപ്പം പിന്നെ നമുക്ക് സംശയത്തെ എന്താ സംഗതി. അങ്ങനെ പെട്ടെന്ന് ആർമി ഹെഡ് ക്വാർട്ടറിൽ നിന്ന് ഇങ്ങനെ ഈ ഇൻഫർമേഷൻ കിട്ടി വരികയാണല്ലോ. അവിടെ നിന്ന് ഒരിത് വന്നു, ഇത് ആരോ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈവായിട്ട് പറയണത് നമ്മൾ ഇവിടെ നിന്നാണ് ഫയർ ചെയ്യുന്നത്, ഈ ഫയർ ചെയ്യുന്നത്, ഗൺസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ പട്ടാളക്കാരെ പറഞ്ഞ് നോക്കുമ്പോഴുണ്ട് ഈ ചങ്ങാതി നല്ല പാലത്തിൻ്റെ അടിയിൽ ഇരുന്നിട്ട് നല്ല റണ്ണിങ് കമൻട്രി കൊടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ GOC വിളിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു, മോളെ സമയം കുറേ രാത്രി, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ക്യാമറ ഒക്കെ ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യും, ഇനി പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും, നിർത്ത് എന്ന് പറഞ്ഞു. അതോട് കൂടിയിട്ട് റണ്ണിങ് കമൻട്രി അവസാനിച്ചു.